ഡ്രാഗൺ ആരാണെന്നാണല്ലോ എല്ലാരും അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. ആരാണ്ട് പറഞ്ഞോട് ഞാൻ പറഞ്ഞത് മമ്മൂട്ടിയാണ്. ഈശ്വര ഒരു പിടിയില്ല. ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. കണ്ടത് ഇവിടെ തന്നെയാണ് രാവിലെ 7 മണിയുടെ ഷോ. ആ ഓർമ്മയിലാണ് ഞാൻ നേരത്തെ എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. കാര്യം അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ലാലേട്ടൻ്റെ രാജുവേട്ടൻ്റെ ഒപ്പം ഇത്രയും ഫാൻസിന്റെ മൊത്തം കാത്തിരിക്കുകയാണല്ലോ. എല്ലാം ലോകമെമ്പാടും കാത്തിരിക്കും. കാണാൻ പോകാൻ ഭയങ്കര എക്സൈറ്റഡ്. മലയാളികൾ അല്ല ഇപ്പോൾ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633388575. ഒരു പടത്തിന്റെ റിലീസിന് വന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഹൈപ്പുണ്ടല്ലോ, അതിന്ന് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഹൈപ്പ് ഉണ്ടായിരിക്കുന്നത്. അത് മലയാള സിനിമ എന്ന് പറയുമ്പോൾ, അതും ലാലേട്ടൻ്റെ പടം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അഭിമാനമുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പാർട്ടാവാൻ വേണ്ടി തന്നെയാണ്. ഇന്ത്യ മൊത്തം ആ ഒരു വികാരത്തിലാണ് ഉണ്ട്. ഇന്ത്യ മൊത്തം വികാരമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ടിക്കറ്റാണ് പോയി. എനിവേ വി ഷുഡ് ബി ഹാപ്പി അബൌട്ട് ഇറ്റ്. താങ്ക് യു. വർഷങ്ങളായി ഓണമാണല്ലോ ലാലേട്ടൻ. ഓണമാണ് ഇനി തുടരും. അടുത്ത് തുടരട്ടെ. സന്തോഷം. എന്തായാലും ഇപ്പൊ എമ്പുരാൻ വലിയ ആഘോഷമാകട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പടം അതുപോലെയൊക്കെ ആഘോഷിക്കപ്പെടട്ടെ. ഇപ്പൊ ഒരു പാനിന്റെ തന്നെ ഇപ്പൊ ഒരു ശ്രദ്ധ നേടിയിട്ടുണ്ടല്ലോ, അത് തുടരുവിനും യൂസ്ഫുൾ ആവും. ഉറപ്പായിട്ടും മലയാള സിനിമയ്ക്കേ യൂസ്ഫുൾ അല്ലേ. മലയാള സിനിമയ്ക്കും ഭയങ്കര മാർക്കറ്റിംഗ് തുടങ്ങുമല്ലേ. അത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണാൻ. നമ്മുടെ ചെറിയ ആക്ഷൻ പരിപാടിയൊക്കെ ഉണ്ട്. പറയണ എല്ലാം ഇപ്പൊ എമ്പുരാൻ ആഘോഷിക്കാം. സിനിമ കഴിഞ്ഞിട്ട് വരും. അല്ല എങ്കിലും ഒരു എക്സൈറ്റ്മെന്റ്. വെരി എക്സൈറ്റഡ് ടു സീ ദ മൂവി. അച്ഛനും എല്ലാവരും ഇപ്പം വരും. എന്താ പറയണ,
അപ്പൊ എന്താണ് എക്സൈറ്റ്മെന്റ് ഒരു പാൻ ഇന്ത്യ ലെവലിൽ തന്നെ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പടം റിലീസ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമാണ്. കാരണം എനിക്കറിയാം സ്വാഭാവികമായിട്ടും ഇവിടെ ഒന്നാമത് ഇവിടെ താരങ്ങളും ഒക്കെ വരുന്നു, ഇവിടുത്തെ ഒരു തിരക്കും കുട്ടികളുടെ ഒരു ആവേശമൊക്കെ. പക്ഷേ ഇത് എന്തൊക്കെയോ സസ്പെൻസ് ഇതിലുണ്ടെന്ന് ഞാനും കേട്ടറിഞ്ഞു. അപ്പോൾ എന്നാൽ അതൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ കാണാമല്ലോ എന്നും പറഞ്ഞ് ഞാൻ പൂർണ്ണിമയും മക്കളെയൊക്കെ കൂട്ടൊക്കെ വിളിച്ചിഞ്ഞ് വന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷ അത്രത്തോളം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ വെളുപ്പാങ്കാലത്ത് ഇറങ്ങി തിരിച്ചു വന്നതും. ഇല്ലെങ്കിൽ എൻ്റെ പ്രായത്തിന് വരേണ്ട ഒരു സമയവും വരേണ്ട ഒരു ഷോയും അല്ല ഇത്. പിന്നെ അങ്ങ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞാനൊരു പത്രക്കാർക്ക് അത് പോസ്റ്റ് ചെയ്ത് കൊടുത്തു. സ്വീഡനിൽ നിന്ന് വരെ ടിക്കറ്റ് ബുക്ക് ചെയ്ത പടങ്ങളും ഒക്കെ വരുമ്പോൾ മനസ്സിനകത്തൊരു സന്തോഷം. ഈശ്വര, എല്ലാവരും എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു, എല്ലാവരുടെയും പ്രതീക്ഷകൾ പൂർണ്ണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സാധാരണ ഒരു ലാലേട്ടൻ ചിത്രത്തിന് കേരളക്കരയായിരിക്കുമല്ലോ കാത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്ത്യ മൊത്തമാണെങ്കിലും ലോകത്തുള്ള എല്ലാ മലയാളികളും ബേസിക്കലി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ആളുകൾ മാത്രമല്ലാതെ ഇപ്പൊ ഈ ലൂസിഫർ OTT വഴി കണ്ട ആളുകൾ മൊത്തം കാത്തിരിക്കുകയാണ്. അത് പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും വലിയൊരു? അല്ല, ഞാനും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ മെസ്സേജ് വരുമെന്നും വിളികൾ വരുമെന്നൊന്നും ഞാൻ അത്ര, എന്തായാലും മോഹൻലാലിനെ പോലെ ഒരു നടൻ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് പാൻ ഇന്ത്യൻ സ്റ്റാർ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ലൂസിഫറിൻ്റെ കുറച്ച് കിടപ്പുണ്ട് മനസ്സിൽ. അപ്പം മോഹൻലാൽ ആരാണ്, എന്തായി, എങ്ങനെയായി എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസിനകത്ത് അറിയാൻ പറ്റുമെന്നൊരു വിശ്വാസം, അതൊന്ന്. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ പറയണം, എൻ്റെ മകനായിട്ട് പറയല്ല, മോനെ കുറിച്ചുള്ള മെസ്സേജുകൾ വരുന്നതിലും ഒരു പ്രതീക്ഷയുണ്ട് അവർക്ക്. പൃഥ്വിരാജിൻ്റെ പടമല്ലേ, എന്തെങ്കിലുമൊക്കെ കാണും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ കോമ്പിനേഷൻ വന്നപ്പോഴാണ് തോന്നുന്നു ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇതിങ്ങനെ ലണ്ടനിൽ ടിക്കറ്റ് ഇല്ല, ഓസ്ട്രേലിയയിലില്ല, എല്ലാവരും വിളിച്ചിട്ടിങ്ങനെ അവിടെയൊക്കെ ടിക്കറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള ഒരു വലിയൊരു ആവേശം ലോകമെമ്പാടും കാണുന്നത് ഈ ഒരു കോമ്പിനേഷൻ്റെ ലൂസിഫറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടുമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഡ്രാഗൺ ആരാണെന്നാണല്ലോ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ്ട് പറഞ്ഞോടത്ത് ഞാൻ പറഞ്ഞത് മമ്മൂട്ടിയാണ്. ഈശ്വര, ഒരു പിടിയില്ല. ഞാൻ ഇന്നലെ അത് തമാശ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 മക്കളോടും ചോദിക്കുമ്പോൾ ഈ സസ്പെൻസാണ്, അത് മാത്രം സസ്പെൻസാന്ന് പറയും. പിന്നെ എനിക്കറിയാം, കാരണം നമുക്കും ഇരിക്കട്ടെ ഒരു സസ്പെൻസ് രസമല്ലേ അത് കാണാനപ്പോൾ അറിയില്ല. താങ്ക് യു. ഇന്ത്യ മൊത്തം കാത്തിരിക്കുകയാണല്ലോ ഈ ദിനത്തിന് വേണ്ടി. തീർച്ചയായും ജനങ്ങൾ വളരെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെയുള്ള പടമാണ്. അതേ രീതിയിൽ അങ്ങ് അതേമാതിരി ഒരു പടം ചെയ്തു വെച്ചിരിക്കുകയാണ് നമ്മൾ ഡയറക്ടറും മോഹൻലാലൊക്കെ. അത് ആവേശപൂർവ്വം കാണാൻ ഇന്ന് ലോകത്തിലെ എല്ലാ മലയാളികളും തയ്യാറായിരുന്നു. മൊത്തം കാത്തിരിക്കുകയാണല്ലോ. പിന്നെ നമ്മളെല്ലാം പ്രേക്ഷകർ തന്നെയാണല്ലോ. ഒരു കൈയാണ് എക്സൈറ്റ്മെന്റ് എന്താണ്? ഒരാഴ്ചയായിട്ടുള്ള ഓട്ടത്തിലാണ്. ഞാൻ ലൂസിഫറിന്റെ ഫസ്റ്റ് ഷോ കണ്ടത് ഇവിടെ തന്നെയാണ്, രാവിലെ 7 മണിയുടെ ഷോ. ആ ഓർമ്മയിലാണ് ഞാൻ നേരത്തെ എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. കാര്യം അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ലാലേട്ടൻ്റെയും രാജുവേട്ടൻ്റെയും ഒപ്പം ഇത്രയും ഫാൻസിൻ്റെ ഒക്കെ കൂടെ കാണുന്ന സമയത്ത് ഓരോ സെക്കൻഡും അത്രയും ആവേശത്തോടെ കാണാൻ പറ്റും. അത് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട് തന്നെ. ഈ ട്രെയിലർ കാണാൻ സ്ലോ മോഷനിലൊക്കെ ഇട്ടിട്ട് ഒരു മാമൂമെന്റ് ആയിരുന്നു. ഇപ്പം മറ്റുള്ള ഇതിനെ കണ്ടിട്ടുണ്ടല്ലോ, രാജുവിന്റെ ട്രെയിനിൽ നിൽക്കാൻ നേരത്തുള്ള ഒരു സന്തോഷം അത് ഭയങ്കര രസമാണ്. അതായത് ആ വർക്കിംഗ് പ്രോസസ്സ് തന്നെ ഭയങ്കര രസമാണ്. ഞാനും ഈ പറഞ്ഞ പോലെ സിനിമയുടെ ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് ഫുൾ അതിൻ്റെ എന്താ പറയുക മുഴുവൻ വർക്ക് തീർന്നിട്ടുള്ള സിനിമ പൂർണ്ണമായിട്ട് ഞാനും കാണാൻ പോകുന്നുണ്ട്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമാണ്. ഒരിക്കലും ഏകദേശ ധാരണയുണ്ട് എന്തായിരിക്കും എന്നുള്ളൂ. അതിന് മുകളിൽ പോകുന്നതാണ് പ്രതീക്ഷ. രാത്രി ഉറങ്ങിയിട്ടില്ല, മൊത്തം കാത്തിരിക്കുകയാണല്ലോ. എല്ലാം ലോകമെമ്പാടും കാത്തിരിക്കും. ഓക്കെ, സന്തോഷം. ഇങ്ങനൊരു ചിത്രത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. ഈ നിമിഷത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഈ സിനിമ തുടങ്ങുന്ന സമയം മുതൽ ഇതുപോലൊരു ഒരു അത്ഭുതം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു.
സാനിയ, എല്ലാരും കാത്തിരിക്കുകയാണ് ആ ചിത്രത്തിനെ കാണാൻ വേണ്ടി. അതെ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു moment? കാണാൻ പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അത്രേ ഉള്ളൂ. കണ്ടിട്ട് പറയാന് ചോദിച്ചേട്ടാ, ലോകം മൊത്തം കാത്തിരിക്കുകയാണല്ലോ. Just viewers, just viewers. ഈ ലോകം മൊത്തം കാത്തിരിക്കുന്ന ഒരു ചിത്രമായി മാറിയിരിക്കുകയാണ് എംപുരാൻ. എങ്ങനെ നോക്കിക്കാണുന്നത്? എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, ടെൻഷനും ഉണ്ട്. കാരണം ഒരു പടത്തിനും കിട്ടാത്ത മാതിരിയുള്ള ഹൈപ്പാണ്. ഇപ്പൊ പ്രത്യേകം പറഞ്ഞു ദീപ് സാറിനെ ചൂസ് ചെയ്യുന്ന കാര്യം ഒരു ഇന്റർനാഷണൽ മ്യൂസിക്കാണ്. അയ്യോ, അത് ഞാൻ അവകാശപ്പെടാൻ ആരുമല്ല. കണ്ടിട്ട് എല്ലാവർക്കും തോന്നുകയാണെങ്കിൽ സന്തോഷം. ഇപ്പം തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിക്കാൻ ലാലേട്ടൻ ഫാൻസിന് ഓളം സൃഷ്ടിക്കാനുള്ള ഒരു മ്യൂസിക് എന്തായാലും അതിൻ്റെ ഉണ്ടാകും. തീർച്ചയായിട്ടും പല പോയിന്റ്സിൽ വരുന്നുണ്ട്. വലിയൊരു പ്രതീക്ഷയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. മാജിക് ഒളിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനായിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. എങ്ങനെ മലയാളികൾ ലോകം മൊത്തം കാത്തിരിക്കുന്ന ഒരു ചിത്രത്തിന് വേണ്ടിയാണ് രാജു വിളിച്ചതെന്ന് പ്രതീക്ഷിച്ചിരുന്നു. തീർച്ചയായിട്ടും അത് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എന്തായാലും ഉത്സവം കണ്ടിട്ട് വരട്ടെ എമ്പുരാൻ്റെ.